പഞ്ചായത്തിലേക്ക് എത്തി. ഇനി പൊതുപ്രവർത്തന രംഗത്ത് ഉണ്ടാകും സജീവമായിട്ട്. തീർച്ചയായിട്ടും സംഘടന അതിന്റെ കൂടെ തന്നെ കൊണ്ടുപോകാനുള്ള തീരുമാനമാണ്. KSUവിലും അതുപോലെ തന്നെ ജില്ലാ പഞ്ചായത്ത് മെമ്പറായിട്ട് എന്നും ജനങ്ങളുടെ കൂടെ അതുപോലെ തന്നെ വിദ്യാർത്ഥികളുടെയും കൂടെ തന്നെ എന്നും ഉണ്ടാകും. ഈ മലപ്പുറം ജില്ലാ പഞ്ചായത്ത് അംഗങ്ങൾ ഇന്ന് സത്യപ്രതിജ്ഞ ചെയ്ത് അധികാരം ഏറ്റിരിക്കുന്നതിൽ ഏറ്റവും പ്രായം കുറഞ്ഞ, ഒരുപക്ഷെ സംസ്ഥാനത്ത് തന്നെ ഏറ്റവും പ്രായം കുറഞ്ഞ ജില്ലാ പഞ്ചായത്ത് അംഗം ആരതി പ്രദീപും തിരൂരിലെ മംഗലം ഡിവിഷനിൽ നിന്നാണ് വിജയിച്ചത്. വലിയ ഭൂരിപക്ഷത്തിന് ഇടതുപക്ഷത്തിന്റെ കോട്ട തകർത്താണ് വിജയിച്ചത്. സത്യപ്രതിജ്ഞ ചെയ്ത് അധികാരം വലിക്കണം. എന്ത് തോന്നുന്നു? ഒരുപാട് സന്തോഷമുണ്ട്. വലിയൊരു ചരിത്ര നിയോഗത്തിനാണ് ഇന്ന് സാക്ഷ്യം വഹിച്ചിട്ടുള്ളത്. എന്നെ സംബന്ധിച്ച് എന്റെ ജീവിതത്തിൽ ഏറ്റവും വലിയൊരു അംഗീകാരമാണ്, ഒരു ആദ്യത്തെ ചുവടുവെപ്പും കൂടെയാണ്. ഒരുപാട് സന്തോഷം. ഹൃദയത്തോട് ചേർത്ത് വെച്ച എല്ലാവർക്കും ഒരിക്കൽ കൂടി നന്ദിയും കടപ്പാടും. തെരഞ്ഞെടുപ്പ് രംഗത്ത് ആദ്യമായിട്ടാണ്, പൊതുരംഗത്തുണ്ടല്ലോ. അതെ, പക്ഷെ ഒരു പൊതു തെരഞ്ഞെടുപ്പിന് ആദ്യമായിട്ടാണ് നേരിടുന്നത്. KSU ജില്ലാ സെക്രട്ടറിയാണ്. ഇപ്പം കോളേജ് രാഷ്ട്രീയത്തിൽ നമ്മൾ യൂണിയൻ ഭാരവാഹിയായിരുന്നു, UUC ആയിരുന്നു. അപ്പൊ ആ ഒരു തിരഞ്ഞെടുപ്പിന്റെ ഒരു പരിചയമുണ്ട്. പക്ഷെ ഒരു പൊതുരാഷ്ട്രീയം, ഒരു പൊതു തെരഞ്ഞെടുപ്പ് ആദ്യമായിട്ടാണ്. എന്താണ് ഇപ്പം ഈ സത്യപ്രതിജ്ഞ ചെയ്ത് കഴിഞ്ഞപ്പോൾ ഒരു എക്സ്പീരിയൻസ് ഉണ്ടോ? വളരെ സന്തോഷമുണ്ട്, ഒരു അഭിമാനവും കൂടെ തോന്നുന്നുണ്ട്. അപ്പൊ എന്തായാലും ജനങ്ങൾ തിരഞ്ഞെടുത്തതാണ്. ഇനി വരുന്ന 5 വർഷം അവരിൽ ഒരാളായിട്ട് അവർക്ക് വേണ്ട കാര്യങ്ങളൊക്കെ ചെയ്ത് അവരുടെ പ്രാഥമികമായിട്ടുള്ള പ്രശ്നങ്ങൾക്ക് പരിഹാരം കണ്ടെത്തി കൂടെ ഉണ്ടാകും എന്നുള്ളൊരു. പഠിക്കാണല്ലോ, എന്തിനാ പഠിക്കുന്നത്? അത് ഞാൻ MA ഇംഗ്ലീഷ് ലിറ്ററേച്ചർ വിദ്യാർത്ഥിനിയാണ്. അപ്പോൾ സെന്റ് മേരീസ് കോളേജിലാണ് പഠിക്കുന്നത്. അപ്പോൾ പഠിപ്പും ഇതിന്റെ കൂടെ തന്നെ കൊണ്ടുപോകാം. പഠനവും തീർച്ചയായിട്ടും. നല്ല ടൈറ്റ് മത്സരമായിരുന്നല്ലോ. മത്സരത്തിന് ഇറങ്ങിയ സമയത്തൊക്കെ ഉണ്ടായിരുന്ന ഒരു എക്സ്പീരിയൻസ്. അതായത് ആദ്യം നമ്മള് ഒരു സത്യം പറഞ്ഞാൽ നമുക്ക് പാക്കഡ് ആയിട്ടുള്ള ഒരു 20-25 ദിവസമായിരുന്നു നമ്മുടെ മുന്നിലുണ്ടായിരുന്നത്. അപ്പോൾ ചിട്ടയായിട്ടുള്ള പ്രവർത്തനങ്ങളിലൂടെ ഒരു 2 ദിവസം കൊണ്ട് തന്നെ അവിടുത്തെ ഒരു ട്രെൻഡ് നമുക്ക് മനസ്സിലാക്കാൻ സാധിച്ചിട്ടുണ്ട്. അപ്പോൾ എന്തായാലും വിജയപ്രതീക്ഷ ഉണ്ടായിരുന്നു. പിന്നെ അവിടുത്തെ വോട്ടർമാരാണ് അവരുടെ തരുന്ന സ്നേഹമായിരുന്നു ഏറ്റവും വലിയ ആത്മവിശ്വാസം എന്ന് പറയുന്നത്. ആ ഒരു മുതൽക്കൂട്ട് തന്നെയാണ് അവസാനം വരെയും ഒരു വിജയപ്രതീക്ഷ കാത്തു സൂക്ഷിക്കാൻ സഹായിച്ചിട്ടുണ്ട്. ജില്ലാ പഞ്ചായത്തിലേക്ക് എത്തി. ഇനി പൊതുപ്രവർത്തന രംഗത്ത് ഉണ്ടാകും സജീവമായിട്ട്. തീർച്ചയായിട്ടും സംഘടന അതിന്റെ കൂടെ തന്നെ കൊണ്ടുപോകാനുള്ള തീരുമാനമാണ്. KSUവിലും അതുപോലെ തന്നെ ജില്ലാ പഞ്ചായത്ത് മെമ്പറായിട്ട് എന്നും ജനങ്ങളുടെ കൂടെ അതുപോലെ തന്നെ വിദ്യാർത്ഥികളുടെയും കൂടെ തന്നെ എന്നും ഉണ്ടാകും. പഠിക്കുന്ന കുട്ടി കൂടിയാണല്ലോ. അപ്പം ഈ തെരഞ്ഞെടുപ്പ് രംഗത്ത് വരികയും ഇപ്പൊ ജില്ലാ പഞ്ചായത്ത് അംഗമാക്കി കൂട്ടുകാരുടെ ഭാഗത്തുനിന്നുള്ള പ്രതികരണം നല്ല സപ്പോർട്ടാണ്. കാരണം അവരുടെ ഇടയിൽ നിന്ന് ഒരാള് ജില്ലാ പഞ്ചായത്തിലേക്ക് വരിക എന്ന് പറയുമ്പോൾ അവരെ സംബന്ധിച്ച് അവർക്കും വളരെ അഭിമാനം, സന്തോഷമുള്ള ഒരു കാര്യമാണ്. അപ്പോൾ അവര് എല്ലാവരും കൂടെ ഉണ്ടായിരുന്നു. ഇപ്പം ഞാൻ പഠിക്കുന്ന കോളേജിലായാലും പഠിച്ചിറങ്ങിയ കോളേജിൽ നിന്നായാലും എല്ലാവരും നമ്മുടെ പ്രചാരണത്തിന് നമ്മുടെ കൂടെ തന്നെ ഉണ്ടായിരുന്നു. എല്ലാവിധ ആശംസകളും, നല്ലൊരു ജനപ്രതിനിധിയാകാൻ കഴിയട്ടെ എന്ന് ആശംസിക്കുന്നത്. ഏതായാലും സംസ്ഥാനത്ത് തന്നെ ഒരുപക്ഷെ ഏറ്റവും പ്രായം കുറഞ്ഞ ജില്ലാ പഞ്ചായത്ത് അംഗമായിട്ടാണ് ആരതി ഇന്നിപ്പോൾ സത്യപ്രതിജ്ഞ ചെയ്ത് അധികാരമേറ്റിരിക്കുന്നത്. അനുരൂപിച്ചുകൊണ്ടൊപ്പം ജംഷീർ കൊടിഞ്ഞി, മീഡിയ 1 മലപ്പുറം.